പി എസ് രഞ്ജിത്തും ആർ റോഷിബാലും വിവരങ്ങളുമായി ആദ്യം രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, ഇപ്പോൾ PM നിയാസ് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അതിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന ആരോപണം തന്നെയാണോ ഇപ്പോൾ PM നിയാസ് ഉന്നയിക്കുന്നത്? ആ ഒരു പരാതിയാണോ ആഭ്യന്തരമന്ത്രിയുടെ മുന്നിലേക്ക് വെക്കാനിരിക്കുന്നത്? ഇതിൽ ഗുരുതരമായിരിക്കുന്ന കാര്യം, തനിക്ക് ശേഷാദ്രിനാഥിന്റെ നിയമനത്തിൽ കൃത്യമായ റോളുണ്ട്, താൻ തന്നെ അറിഞ്ഞുകൊണ്ട് നിയമിച്ചത് എന്ന് വ്യക്തമായി തന്നെ KM ഷാജി പറയുകയും ചെയ്യുകയാണ്. എന്താണ് PM നിയാസ് ഉന്നയിക്കുന്ന ആരോപണം? അതിൽ അദ്ദേഹത്തിന് മുന്നിൽ തെളിവുകളുണ്ട്? സ്മൃതി, KM ഷാജിയുടെ വാദത്തിലും PM നിയാസിന്റെ വാദത്തിലും ഉറച്ചു നിൽക്കുകയാണ്. PM നിയാസ് ശേഷാദ്രിനാഥന്റെ RSS ബന്ധത്തെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും പ്രതികരണങ്ങളും ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രിയെ കണ്ട് അക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്നാണ് ഇപ്പോൾ PM നിയാസ് പറയുന്നത്. KM ഷാജി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വേഷം കെട്ടുന്നത് എന്നുള്ള ചോദ്യമാണ് PM നിയാസ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ താൻ പറയുന്നത് തെറ്റാണ് എന്ന് KM ഷാജി തെളിയിച്ചാൽ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന ഒരു പ്രതികരണം കൂടി PM നിയാസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അതൊരു വെല്ലുവിളിയായി തന്നെയാണ്. ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് PM നിയാസ് പോലും മുന്നോട്ട് വെച്ചിട്ടുള്ള, അദ്ദേഹം LSTJ ട്രിബ്യൂണലായിട്ടുള്ള K സോമന്റെ പേര് മുന്നോട്ട് വെച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പേര് പോലും പരിഗണിക്കാതെയാണ് ശേഷാദ്രിനാഥന്റെ പേര് പരിഗണിക്കുന്നത്. അദ്ദേഹത്തിന് RSS ബന്ധമുണ്ട് എന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ PM നിയാസ് ഉന്നയിക്കുന്നത്. എന്നാൽ KM ഷാജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒരാളുടെ മതം നോക്കി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല, കഴിവ് നോക്കിയും മെറിറ്റ് നോക്കിയും ഒക്കെയാണ് തീരുമാനമെടുത്തത്. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തിന്റെ ഭാഗമായി മന്ത്രിസഭയിൽ വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് ശേഷാദ്രിനാഥന്റെ നിയമനം ഉണ്ടായിട്ടുള്ളത്. ആ വാദത്തിൽ ഇനി തനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളത് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്ത് പറയട്ടെ. ഒരു പുനരാലോചന ഉണ്ട് എങ്കിൽ അത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. കാരണം മന്ത്രിസഭ അറിഞ്ഞുകൊണ്ട് തന്റെ കൂടി അറിവോടുകൂടി തന്നെയാണ് ശേഷാദ്രിനാഥന്റെ നിയമനം ഉണ്ടായിട്ടുള്ളത്. PM നിയാസ് പറയുന്നതിൽ കാര്യമില്ല, അത് മുഖവിലക്കെടുക്കേണ്ടതില്ല എന്ന തരത്തിലൊരു പ്രതികരണമാണ് KM ഷാജി ഇന്നും നടത്തുന്നത്. ശരി ഋഷി, ഇപ്പോൾ KM ഷാജി ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് എന്താണ്? PM നിയാസിന്റെ ആരോപണം പൂർണ്ണമായും തള്ളുകയാണോ? സ്മൃതി, ശേഷാദ്രിനാഥിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാനുള്ള തീരുമാനത്തെ ന്യായീകരിക്കുകയാണ് തദ്ദേശ മന്ത്രി KM ഷാജി. പക്ഷേ അതേസമയം തന്നെ നേരത്തെ അഡ്വക്കേറ്റ് PM നിയാസ്, KPCC ജനറൽ സെക്രട്ടറി കൂടിയ നിയാസ് KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിക്കും ഒപ്പം ആഭ്യന്തരമന്ത്രിക്ക് അടക്കം നൽകിയ ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ പറയുന്നത് വിദ്യാർത്ഥി കാലത്ത് SFI നേതാവ് കൂടിയായിരുന്നു ശേഷാദ്രിനാഥ്. അതിനുശേഷം അഭിഭാഷകനായപ്പോഴും CPM-മായി ആത്മബന്ധം പുലർത്തി. പിന്നീട് ജുഡീഷ്യൽ ഓഫീസർ ആയതിനു ശേഷമാണ് RSS-മായി ആത്മബന്ധം തുടങ്ങിയത്. തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ശേഷാദ്രിനാഥിനെ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചുമതലയിലേക്ക് നിയമിക്കാൻ പാടില്ല എന്ന ആവശ്യമാണ്. അതേസമയം മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകി. ശുപാർശ ഇപ്പോൾ ഗവർണറുടെ കൈവശമാണുള്ളത്. ചെന്നൈയിലാണ് ഗവർണർ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയാൽ വൈകാതെ ആ ശുപാർശ അംഗീകരിക്കാനാണ് സാധ്യത. ഏതായാലും ശേഷാദ്രിനാഥിന്റെ നിയമനം ഇത്രയും വിമർശനത്തിന് വിധേയമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം രാജ്യത്ത് മണ്ഡല പുനർനിർണയത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയാണ്. കാരണം അത് ലോക്സഭാ മണ്ഡലം ഒപ്പം നിയമസഭാ മണ്ഡലങ്ങളിലടക്കം എണ്ണം കൂട്ടാനുള്ള ആലോചനയുണ്ട്. ആ നീക്കങ്ങൾ നടത്തുമ്പോൾ ആ കമ്മിറ്റിയിൽ അംഗമായിരിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശേഷാദ്രിനാഥ് ആ കമ്മിറ്റിയിൽ അംഗമായി കഴിഞ്ഞാൽ RSS-ന് അനുകൂലമായി BJP-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അത് വോട്ട് ചോരിക്ക് വഴിയൊരുക്കും എന്നടക്കമുള്ള ആക്ഷേപമാണ് ഇപ്പോൾ PM നിയാസ് ഉയർത്തുന്നത്. ഏതായാലും നിയാസിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. പലരും അതിൻ്റെ നിയമവശം ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. കാരണം മന്ത്രിസഭ അത് അംഗീകാരം നൽകിയ സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് പുനഃപരിശോധനയ്ക്കുള്ള സാഹചര്യം എന്നതാണ് അവർ പരിശോധിക്കുന്നത്. ഇപ്പോൾ പല MLA-മാരുമായി സംസാരിക്കുമ്പോൾ അതീവ ഗുരുതരമായ വിഷയമാണ് ഇതെന്നാണ് അവരുടെ മറുപടി. ഏതായാലും വൈകാതെ കൂടുതൽ നേതാക്കൾ ഇത് സംബന്ധിച്ച പ്രതികരണവുമായി വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർ പരാതിയുമായി പാർട്ടി നേതൃത്വത്തെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം യോഗ്യരായ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി ഉദ്യോഗസ്ഥന്മാരും സമാനമായ തസ്തികയിലേക്ക് യോഗ്യരായവർ ഉള്ളപ്പോഴാണ് RSS-മായി ബന്ധമുള്ള ഒരാളെ നിയമിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തസ്തിക. അത് ഏറ്റവും പ്രധാന തസ്തിക കൂടിയാണ്. അത് പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയെ പോലും UDF-ന്റെ ഭാവിയെ പോലും ബാധിക്കുമെന്നടക്കമുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ PM നിയാസ് നൽകുന്നത്. ശരി, UDF-ൽ തന്നെ ഉണ്ടായിരിക്കുന്ന തർക്കം അത് മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ്. UDF-ലെ മന്ത്രിയെ, ലീഗിന്റെ മന്ത്രിയെ ഇപ്പോൾ പരസ്യമായി ചോദ്യം ചെയ്തിരിക്കുന്നു കോൺഗ്രസ് നേതാവ് എന്നുള്ളതാണ്.